നമസ്കാരം. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്നാണ് പടക്കളം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയാവേശം, വികസന പ്രശ്നങ്ങൾ ഇവയെല്ലാം വളരെ സജീവമായ ചർച്ചയാകുന്ന പടക്കളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നിന്ന് പടക്കളം പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ കണ്ണൂരിൻ്റെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ, മുന്നണികളുടെ വിലയിരുത്തലുകൾ ഇതെല്ലാം പങ്കുവെക്കുന്നതിനായി നമ്മൾക്കൊപ്പം ചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. ശ്രീ ടി ഒ മോഹനൻ, മുൻ മേയർ, കോൺഗ്രസ് വക്താവ്. ശ്രീ സി രഘുനാഥ്, BJP. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, CPIM. നമ്മുടെ ഈ പടക്കളത്തെ സജീവമാക്കാൻ കണ്ണൂരിൻ്റെ പൗരാവലി വളരെ സജീവമായി നമ്മൾക്കൊപ്പം ഒത്തുചേരുന്നുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നൊരു ഘട്ടത്തിൽ ആദ്യം UDF പ്രതിനിധി എന്ന നിലയിൽ മുൻ മേയറോട് ചോദിക്കുമ്പോൾ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കണ്ണൂർ ജില്ല, കോർപ്പറേഷൻ മാത്രമല്ല കണ്ണൂർ ജില്ലയാകെ പരിശോധിച്ചാൽ സീറ്റ് ധാരണ എന്നതിലേക്ക് ഫലപ്രദമായി അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് കോൺഗ്രസ്സിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിശേഷിച്ച് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വന്നാൽ ലീഗുമായിട്ടുള്ള സീറ്റ് ധാരണ, ഒരു സിറ്റിംഗ് സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തു, അത് ചില അസ്വസ്ഥതകൾ പ്രവർത്തകർക്കുണ്ട് എന്ന തരം വാർത്തകൾ നിൽക്കുന്നു കണ്ണൂരിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതിനിടയിലെല്ലാം UDF എത്രമാത്രം ആത്മവിശ്വാസത്തോടെ, LDFന് വളരെ വലിയ സ്വാധീനമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ 2020 കണക്കുകൾ നോക്കിയാൽ വളരെ വലിയ ആധിപത്യമുള്ളൊരു ജില്ലയിൽ എത്രമാത്രം മുന്നേറാനാകും? എത്രമാത്രം വെല്ലുവിളികൾ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ട്? അതിനെ അതിജീവിക്കാനാകുമോ? ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികളില്ല എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ തന്നെ ഭംഗിയായി പൂർത്തീകരിക്കാൻ വേണ്ടി മുന്നണി നേതൃത്വത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും. നമുക്ക് ഇന്നലെ UDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ കോർപ്പറേഷനകത്ത് 56 സ്ഥാനാർത്ഥികൾ, 56 പേരുടെ പേരുകളും പൂർണ്ണമായി തന്നെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി നിർണയം എന്നൊക്കെ പറയുന്നത് പല ഘടകങ്ങളും ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ് ഉണ്ടാവുക. ആ നിലയിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്, ആ നിലയിലുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസമുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം അത് കണ്ണൂർ നഗരത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ താരതമ്യം, ഇനിയൊരു 5 വർഷം നിങ്ങൾ വിജയ പ്രതീക്ഷയോടുകൂടി ജനങ്ങളെ കാണുമ്പോൾ ജനാധിപത്യ മുന്നണി 2020 തെരഞ്ഞെടുപ്പിൽ 35 സീറ്റുമായിട്ടാണ് അധികാരത്തിൽ വന്നതെങ്കിൽ 40-ലധികം സീറ്റുമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ. അപ്പോൾ ഒരു ചെറിയ സംശയം വോട്ടർമാർക്കുണ്ടാവും, മേയർ പോരുണ്ടാകുമോ? സമയത്ത് വാക്കുപാലിച്ച് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചാൽ ഇറങ്ങിക്കൊടുക്കുമോ? സീറ്റ് മേയറായിട്ട് അടുത്തയാൾ സമയത്ത് വരുമോ? അതിന് ഒരുപാട് കോലാഹലങ്ങളും തർക്കങ്ങളും മാധ്യമങ്ങളെ പഴിച്ചൊന്നും പോകാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്നയാളാണ് താങ്കളും. സ്വാഭാവികമായും കേരളത്തിലെ ഓരോ തദ്ദേശ സ്ഥാപനം എടുത്താലും സീറ്റ് ഷെയറിംഗ് അല്ലെങ്കിൽ ആ ടേം ഷെയറിംഗ് എന്ന് പറയുന്നത് CPM ഇടതുപക്ഷ മുന്നണിക്കകത്ത് ഇല്ല എന്ന് പറയാൻ കഴിയുമോ? അപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞാൻ ചോദിച്ചത് ഇവിടെ മേയറുടെ കാര്യത്തിൽ സംഭവിച്ച ചില തർക്കങ്ങളുണ്ടായിട്ടില്ല. താങ്കൾ മേയറായിരുന്നു, താങ്കൾ ഒഴിഞ്ഞു കൊടുത്തില്ല, കോൺഗ്രസ് ഒഴിഞ്ഞില്ല, ലീഗ് വരാൻ താമസിച്ചു. ഞാൻ പറഞ്ഞ തീയതി, ആ തീയതി തന്നെ രാവിലെ പോയി ഇത് റിസൈനേഷൻ കൊടുത്തപ്പോൾ അത് മുന്നണിയുടെ ഇതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഉൾപ്പെടെ വിളിച്ചിട്ട് പല സ്ഥലത്തും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ആ പറഞ്ഞ തീയതിയിൽ പറഞ്ഞ മണിക്കൂറിൽ തന്നെ രാജിവെച്ച് മാതൃക കാണിച്ചു എന്ന് എന്നെ അഭിനന്ദിച്ച കാര്യമാണ്. ആ അഭിനന്ദനം ഏറ്റുവാങ്ങിയ എന്നോട് നിങ്ങൾ മുന്നണിയും BJPയും വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന വിഷയമാക്കാം. എന്തുകൊണ്ട് 2 പ്രധാനപ്പെട്ട UDFലെ പാർട്ടികൾക്കിടയിൽ ഈ തർക്കം രൂപപ്പെട്ടു? ഏത് തർക്കമാണ് ഉണ്ടായത്? ഒരു തർക്കവും മുന്നണിക്കകത്ത് നടന്നിട്ടില്ല. പക്ഷേ ഇത് കോൺഗ്രസിനകത്തോ ലീഗിനകത്തോ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്തോ ആലോചിക്കുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങൾ ഈ വാർത്ത അത് ചോദിച്ചേക്കും, കൊടുത്തേക്കും, ആ രൂപത്തിലുള്ള വാർത്തകൾ കൊടുത്തു. അതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് വാർത്തകളാണ്. മുന്നണിക്കകത്ത്, നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള കക്ഷികൾ ഇപ്പോഴും ഒറ്റ പാർട്ടിയെ പോലെ മുന്നോട്ട് പോകുന്ന സവിശേഷമായ സാഹചര്യത്തിലാണുള്ളത് എന്ന് പ്രത്യേകമായിട്ട്. ഇവിടെ ശ്രീ പ്രകാശൻ മാസ്റ്റർ, കണ്ണൂർ നഗരസഭയിലേക്ക് വന്നാൽ ഇടതുപക്ഷം LDF പ്രതിപക്ഷത്താണ്. പക്ഷേ ജില്ലയിലാകെ നോക്കിയാൽ വലിയ സ്വാധീനം 2020 ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിനെ കണക്ക് വെച്ചാൽ LDFനുണ്ട് താനും. ജില്ലാ പഞ്ചായത്ത് അടക്കം മറ്റ് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ നോക്കുന്നൊരു ഘട്ടത്തിൽ അവിടെ നിന്ന് 2025 വരുമ്പോൾ എത്രമാത്രമാണ് LDFൻ്റെ പ്രതീക്ഷ? വെല്ലുവിളികൾ ഇപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ വികസനമടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി UDFനും NDAയ്ക്കും വെല്ലുവിളി LDFന് സൃഷ്ടിക്കാനാവുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് കേരളത്തിലുടനീളം, അതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലും ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. പിന്നിട്ടുപോയ 9.5 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
എന്താണ് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് വളരെ കൃത്യമായ നിലക്ക് ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ വികസനത്തിൻ്റെ ഒരു വസന്തകാലത്തെയാണ് ഈ കേരളം പിന്നിടുന്നത് എന്നുള്ളത് കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇപ്പോൾ ഈ മാസം കേരളത്തിലെ 62 ലക്ഷം ആളുകൾക്ക് കിട്ടുന്ന പെൻഷൻ 3600 രൂപയാണ്. 24ഓളം പെൻഷനുകൾ ഈ കേരളത്തിലുണ്ട്. എല്ലാം നടപ്പിലാക്കിയത് LDFൻ്റെ ഗവൺമെൻറ്റാണ്. 2000 രൂപ പെൻഷൻ കൊടുക്കുന്ന ആ പെൻഷനിൽ ഇതുവരെ UDFൻ്റെ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചത് 100 രൂപ മാത്രമാണ്. 1900 രൂപ കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ LDF ആണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും 4,71,000-ലേറെ വീടുകൾ ഈ 9.5 കൊല്ലക്കാലം കൊണ്ട് കേരളത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് പണിഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ ഗവൺമെൻറ് 6600 വീടുകൾ 5 കൊല്ലക്കാലം കൊണ്ട് പൂർത്തീകരിച്ചതാണ് UDFൻ്റെ ഗവൺമെൻറ്. ഇങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ ഈ മാസം തന്നെ അതിന് അപേക്ഷകൾ കൊടുക്കാൻ കഴിയാത്തൊരു നിലയുണ്ടാവുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഈ മാസം ആരംഭിക്കുന്നു. ഇങ്ങനെ ജനജീവിതത്തിൻ്റെ നാനാമേഖലകളിലും അതിപ്പോൾ സ്പെഷ്യൽ ടീച്ചേഴ്സിനെ സംബന്ധിച്ചാവട്ടെ, ആശക്കാരെ സംബന്ധിച്ചാവട്ടെ, അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരെ സംബന്ധിച്ചാവട്ടെ, സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിമിതമായ കഴിവിൽ നിന്ന് എല്ലാ നിലക്കും ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അവരെ എതിർക്കാൻ UDFൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ സാധ്യമല്ല. പക്ഷേ UDFന് ഒരു വെല്ലുവിളിയും ഈ ജില്ലയിലില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അല്ല, അങ്ങനെ നോക്കിയാൽ വെല്ലുവിളികൾ LDFനാണോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നതിൽ ഇപ്പോൾ സ്വപ്നം കാണുന്നതിനെ ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? അതവർക്ക് കാണാനുള്ള അവകാശമുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെളിയാൻ വേണ്ടി പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റമാണ്. ഇപ്പോൾ വികസനത്തെക്കുറിച്ചാണല്ലോ ബഹുമാനപ്പെട്ട മുൻ മേയർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധേയമായിട്ടുള്ള ഒരൊറ്റ വികസനം LDFൻ്റെ ഗവൺമെൻറ് കൊടുത്ത നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്ന ഇതിന് ആസ്ഥാന മന്ദിരം 37 കോടി രൂപ LDFൻ്റെ ഗവൺമെൻറ് കൊടുത്ത ആസ്ഥാന മന്ദിരമല്ലാതെ മറ്റെന്ത് വികസനമാണ് ഈ പിന്നിട്ട് പോയിട്ടുള്ള 4.25 കൊല്ലക്കാലമായിട്ട് UDFന് പറയാനുള്ളത്? ഇവിടെ കണ്ണൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഇവിടെ ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം തീരുമാനിച്ചത് LDFൻ്റെ ഗവൺമെൻറ്റാണ്. കോടികളുടെ ചെലവിലാണ്. തടഞ്ഞത് അന്നത്തെ സമരം ഉദ്ഘാടനം ചെയ്തത് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന അന്നത്തെ മേയറാണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? അതുകൊണ്ട് വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, ജനക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യമാവട്ടെ, ഒരു കാര്യവും പറയാനില്ലാത്ത UDFനെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ശ്രീ രഘുനാഥ്, താങ്കളോട് സംസാരിക്കുമ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് UDFൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്. പിന്നീട് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വന്നു. ഇപ്പോൾ BJPയുടെ ദേശീയ സമിതി അംഗമായി, കൗൺസിൽ അല്ലെങ്കിൽ നിർവാഹക സമിതി അംഗമായി പ്രവർത്തിക്കുന്നയാളാണ്. 24 ഇവിടെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായി മത്സരിച്ചു. പക്ഷേ കണക്കുകൾ നോക്കിയാൽ ഇപ്പോൾ BJPയുടെ ഒരു നേതാവ് എന്ന നിലയിൽ കണ്ണൂരിൽ നിന്ന് താങ്കൾ സംസാരിക്കുമ്പോൾ കണ്ണൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ പിന്നിലാണ്. നിങ്ങൾക്ക് ആ നിലയിൽ വിജയിച്ചു കയറി വരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 20-ൽ നിന്ന് 25-ലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ശ്രമകരമായ വലിയൊരു ലക്ഷ്യം, ടാർഗറ്റില്ലേ? ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി കേരളത്തിലെയും കണ്ണൂരിലെയും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് ഈ രണ്ട് മുന്നണിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അത് കണ്ണൂർ ജില്ലയിലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. NDA സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് എടുത്ത് പരിശോധിച്ചാൽ ഇരട്ടിയിലധികം വോട്ട് നേടാൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയവും വികസനവും ജനങ്ങളുടെ കാഴ്ചപ്പാടും വ്യത്യസ്തമല്ലേ? വ്യത്യസ്തമാണെന്ന് പറയാൻ സാധിക്കില്ല. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോഴും എനിക്ക് 1,20,000 വോട്ടോളം ഉണ്ടായി. ആ 1,20,000 വോട്ടിൽ ഞങ്ങളുടെ കണക്ക് പ്രകാരം 28,500 വോട്ടുകൾ ചോർന്നിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണ്. 18,900 വോട്ട് ചോർന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെ വോട്ടാണ്. 65,000 വോട്ടിൽ നിന്ന് 1,20,000 വോട്ടിലേക്ക് BJP വളർന്നിട്ടുണ്ടെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ മാതൃക കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. പിണറായി വിജയൻ്റെ സ്വന്തം ബൂത്തുണ്ട്, 162 നമ്പർ ബൂത്ത്, നിങ്ങൾക്കറിയാമായിരിക്കും. BJPയുടെ ഒരു കൊടികെട്ടാൻ നിങ്ങൾ ആരും വിടാറില്ല, CPM-കാരൻ. അവിടെ 200 ചില്ലാനം വോട്ടുകൾ ആദ്യമായി BJPക്ക് NDA സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ പിണറായി വിജയന്റെ ബൂത്തിൽ നമുക്ക് ലഭിച്ചു. അപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പുകളിൽ ആളുകൾ കാണുന്ന കാഴ്ചപ്പാട് വ്യത്യസ്തമാണെന്നുള്ളത് കുറെ കൂടി വരും. തീർച്ചയായും. ധർമ്മടത്ത് 2021 താങ്കൾക്ക് അത് കിട്ടിയിട്ടില്ല. സ്ത്രീകളുടെ ഇടയിൽ ഇതൊക്കെ തന്നെ ഒരു മാറ്റം കണ്ണൂർ ജില്ലയിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ശ്രീ മോഹനൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. BJPയുടെ പ്രതീക്ഷയും അവകാശവാദവും താങ്കൾ കേട്ടു. മറുഭാഗത്ത്
ഇപ്പോൾ ക്ഷേമ പെൻഷൻ സ്ത്രീകൾക്ക് പുതിയ പെൻഷൻ പദ്ധതി കൊണ്ടുവരുന്നത് ബാക്കി എല്ലാ മേഖലകളിലേക്കും കൊടുത്തിട്ടുള്ള സാമ്പത്തിക എന്താ പറയുന്ന പെൻഷൻ്റെയും മറ്റ് സംവിധാനങ്ങളുടെയും കുടിശ്ശികയില്ലാതെ അത് പൂർത്തീകരിച്ചു കൊടുത്ത സാഹചര്യങ്ങൾ, വികസനത്തിൻ്റെ പശ്ചാത്തലം, ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഴിമതി ആക്ഷേപങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിലെ വെല്ലുവിളികളല്ലേ? നമുക്കറിയാം, ആർ ശങ്കർ മുഖ്യമന്ത്രി ആയപ്പോഴാണ് കേരളത്തിൽ പെൻഷൻ സമ്പ്രദായം ആരംഭിക്കുന്നത് തന്നെ. മാത്രമല്ല അതിങ്ങനെ വന്ന് നോക്കുമ്പോൾ അവസാനം ഈ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പദം ഒഴിയുമ്പോൾ കേരളത്തിലെ ക്ഷേമ പെൻഷൻ്റെ സംഖ്യ കേവലം 300 രൂപയാണ്. അത് ഉമ്മൻചാണ്ടി വന്നപ്പോൾ നേരെ ഇരട്ടിയാക്കി 600 രൂപയാക്കി. അവസാന കാലഘട്ടത്തിൽ 1000 രൂപയിലേക്ക് വരുമെന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം, ആ പെൻഷൻ പദ്ധതി കേരളത്തിൽ പരിമിതമായ ആളുകൾക്ക് മാത്രം കിട്ടിയിരുന്നതാണ്. ആ സമയത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഒരാളാണ് ഞാൻ. പെൻഷൻ ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ 22,375 രൂപയിൽ താഴെയാണ് വരുമാനം ഉണ്ടാകേണ്ടത്. അതിന് മുകളിലായ പെൻഷൻ കിട്ടില്ല. അത് 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് പെൻഷനാകുന്നു. വാർദ്ധക്യകാല പെൻഷൻ കിട്ടണമെങ്കിൽ BPL കാർഡിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ. ആ BPL കാർഡിൽ ഉൾപ്പെട്ട ആളുകൾക്ക് പെൻഷൻ എന്നത് മാറ്റി 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക്, അതിൽ താഴെയാണ് വരുമാനമെങ്കിൽ പെൻഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്ന് അന്ന് കേരളത്തിൽ ആകെ കിട്ടിയിരുന്നത് ഏകദേശം 9-നും 10 ലക്ഷത്തിനും ഇടയിൽ ആളുകൾക്കാണ് പെൻഷനെങ്കിൽ, അന്ന് 65 വയസ്സ് പൂർത്തിയാവണം പെൻഷനെങ്കിൽ അത് 60 വയസ്സിലേക്ക് ചുരുക്കി ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ ഏകദേശം 42 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കിട്ടുന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു സംവിധാനം നമ്മൾ ഓർക്കണം. അപ്പോൾ ഉദാരമാക്കി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. പിന്നെ മാഷ് പറഞ്ഞ കാര്യങ്ങൾ അതുകൂടെ പറയണമല്ലോ. അദ്ദേഹം പറഞ്ഞു വികസനവുമായി ബന്ധപ്പെട്ട് ഈ ഓഫീസ് കെട്ടിടത്തിന് കിഫ്ബി 37 കോടി അനുവദിച്ചു, അതിൻ്റെ വികസനം അല്ലാതെ എന്ന്. മാഷെ അനുവദിച്ചത് എപ്പോഴാണ്? അത് എന്താണ് ഇപ്പോഴും പൂർത്തിയാകാത്തത്? ഏകദേശം 1.5 കൊല്ലത്തോളം അതിന് തുക അനുവദിക്കാതെ ആ പ്രവൃത്തി നിലച്ചു. ആദ്യഘട്ടത്തിൽ 52 കോടിയുടെ പദ്ധതി ഉണ്ടാക്കിയിട്ട് ഏകദേശം പൂർണ്ണമായി ഒരു തദ്ദേശ സ്ഥാപനം, കോർപ്പറേഷൻ എന്നുള്ള നിലയിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ എന്നും എത്തിപ്പെടുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ആസ്ഥാന മന്ദിരം വിഭാവനം ചെയ്തിട്ട് ഭരണമാറ്റം ഉണ്ടായപ്പോൾ അത് 32 കോടിയിലേക്ക് ചുരുക്കി. GST ഉൾപ്പെടെയാണ് ഇപ്പോൾ 37 കോടി. അപ്പം ഭരണം മാറുന്നതിനനുസരിച്ച് ആ തീരുമാനങ്ങൾ മാറ്റുന്ന ഒരു ഗവൺമെന്റ് സംവിധാനം. അവിടെയും അവർക്ക് എസ്റ്റിമേറ്റിൽ ഒരു മാറ്റം വന്നപ്പോൾ ആ തുക അനുവദിക്കാതെ 1.5 വർഷം അവിടെ കാത്തുനിന്നു. അതുകൊണ്ടാണ് ആ കെട്ടിടം ഇപ്പോഴും പൂർത്തിയാകാത്തത്. ക്ഷേമ പെൻഷൻ വളരെ പ്രധാനമായി എടുത്തുപോയാൽ തന്നെ താങ്കൾക്ക് ചുരുക്കി എന്താണ് മറുപടി പറയാൻ കഴിയുക? UDF അവരുടെ കാലത്ത് വളരെ ഉദാരമായി ക്ഷേമ പെൻഷനുകളെ സമീപിച്ചിരുന്നു. അതാണ് അദ്ദേഹം ജനങ്ങളോട് വിശദീകരിച്ചൊരു കാര്യം. 2, ഈ ഇവിടുത്തെ കണ്ണൂരിലെ വിഷയവുമായി താങ്കൾ ഉന്നയിച്ച വിഷയം, അതുപോലെ തന്നെ നഗരസഭയുമായി ബന്ധപ്പെട്ട അഴിമതി ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായി അവതരിപ്പിക്കുന്നുണ്ടോ? കേരളത്തിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ആദ്യ ഘട്ടത്തിൽ അത് കൊടുക്കാൻ തീരുമാനിച്ചത് കർഷക തൊഴിലാളികൾക്കാണ്. അത് തീരുമാനിച്ചത് നായനാരുടെ ഗവൺമെൻറ്റാണ്. ഇവിടെ മോഹന പറഞ്ഞ കാര്യത്തിൽ ഒരു പെശകുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന സമയത്തുണ്ടായിരുന്ന പെൻഷൻ തുക 500 രൂപയാണ്. അത് 100 രൂപ വർദ്ധിപ്പിച്ചു എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ആ സംഖ്യ കൊടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോകുന്ന കാലത്ത് 18 മാസത്തെ കുടിശ്ശികയാണ്. ഞാനിവിടെ പറഞ്ഞത് 2000 രൂപയിൽ, ഇനിയിപ്പോൾ മോഹൻ പറഞ്ഞ് ശരിയാണെന്ന് വെക്കുക, 2000 രൂപയിൽ 1700 കൊടുത്തത് ഞങ്ങളാണ് സമ്മതിക്കുന്നുണ്ടല്ലോ. തർക്കം ഈ പറയുന്ന ഇതിൻ്റെ വിലയല്ലേ? വസ്തുത 1900 ഞങ്ങൾ കൊടുത്താണെന്നാണ്. പിന്നെ ഉദാരമായി കൊടുത്തു. ഞാൻ ചോദിക്കുന്നത്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പോകുമ്പോൾ എത്ര ആൾക്ക് പെൻഷൻ? 32 ലക്ഷം. ഇപ്പോഴോ 62 ലക്ഷം. ആ ഗവൺമെൻറ്റുള്ളതിന് ഏതാണ്ട് ഇരട്ടി. ആരാണ് വർദ്ധിപ്പിച്ചത് എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഇവിടെ ഇപ്പോൾ കിഫ്ബി 37 കോടി കൊടുത്തു എന്ന് സമ്മതിച്ചല്ലോ. 37 കോടി കൊടുത്തു. എന്താ പണി നടക്കുന്നത്? ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരിക്കുന്ന പണി എന്താ? ഇതിന് വേണ്ടിയിട്ട് ഒരു പൈസ ചെലവഴിച്ചോ കോർപ്പറേഷൻ? ഞാൻ അത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഈ കോർപ്പറേഷനിൽ വെള്ളം കൊടുക്കുക കോർപ്പറേഷൻ ചുമതലയാണ്. ഉണ്ടോ? നല്ല റോഡ് ഏതെങ്കിലും ഉണ്ടോ ഇവിടെ? അതുപോലെ വെളിച്ചം കൊടുക്കുക നടക്കുന്നുണ്ടോ? എന്ത് കാര്യമാണ് കോർപ്പറേഷൻ ചെയ്യുന്നത്? ഒരു കാര്യവും ചെയ്യാതെ അഴിമതി മുഖമുദ്രയാക്കിയിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വലിയ പ്രശ്നമാണല്ലോ മാലിന്യ പ്രശ്നം. ഈ 20-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എല്ലാ സ്ഥലത്തും പ്രശ്നമുണ്ട്, മാലിന്യ പ്രശ്നം. അവിടെയെല്ലാം പരിഹരിച്ച പ്രശ്നം. എങ്ങനെ പരിഹരിച്ചത്? ഇന്ന് അവിടെ പോയേക്കാണ് അവിടെയെല്ലാം നല്ല ഉദ്യാനങ്ങളാണ്. സംസ്ഥാന ഗവൺമെൻറ് ഒരു ഏജൻസി നിശ്ചയിച്ച് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത് അവിടെ 1-ാം തരം ഉദ്യാനമാക്കി. അവരെ സ്വീകരിക്കാൻ പാടില്ല നിലപാടല്ലേ മോഹൻ്റെ പിന്നെ ഭരണസമിതി എടുത്തത്? ഞങ്ങൾക്ക് പ്രത്യേക സെറ്റിന് വേണം. അവർ കൊണ്ടുവന്നു. ചെയ്തിരിക്കുന്നത് എന്താ? ചേലോടെ മാലിന്യം നീങ്ങിയോ? അതിൻ്റെ മേലെ ഓഡിറ്റ് റിപ്പോർട്ട്.
1.77 കോടി ഉറപ്പിക അധികം കൊടുത്ത 2.7 കോടി ക്രമരഹിതം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളല്ലല്ലോ, ഓഡിറ്റ് റിപ്പോർട്ടല്ലേ. വിജിലൻസ് കേസ് ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിലായിട്ട് ഇവിടെ മരക്കാർ കണ്ടിയിൽ ഒരു സ്വീവേജ് പ്ലാന്റ് 40 കോടി പരസ്യം ചെയ്തു. അതിൽ 140 കോടിക്ക് അത് കൊടുത്തു. 100 കോടി എന്തൊരു വടിയാ. ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അത് റദ്ദ് ചെയ്തല്ലോ ശരി, അഴിമതിയുടെ പേരിൽ. അപ്പോൾ അഴിമതി ഒരു അഴിമതി വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാകുന്നു എന്ന് പറയും. ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആളാണ്. അവിടെ മുട്ടത്തറയിലെ പ്ലാന്റ് ഏറ്റവും മനോഹരമായ നിലയിൽ നടക്കുന്നു. ആ ബ്രഹ്മപുരം ഏറ്റവും മികച്ച നിലയിലേക്ക് വന്നു. പക്ഷേ കണ്ണൂരേക്ക് വരുമ്പോൾ ശ്രീ രഘുനാഥ്, നഗരസഭയുമായി ബന്ധപ്പെട്ട് ഇതൊരു പ്രധാനപ്പെട്ട അഴിമതിയും വോട്ടർമാർക്കിടയിലെ ചർച്ചാ വിഷയമാണോ? BJP അതിനെ അടക്കം എങ്ങനെ സമീപിക്കുന്നു? അത് കഴിഞ്ഞ് ഇവരിലേക്ക് വരും. കണ്ണൂരിലെ കാര്യം മാത്രമല്ല, ഇപ്പോൾ 2 നേതാക്കന്മാരും അവർ നടപ്പാക്കിയ ക്ഷേമ പദ്ധതിയെക്കുറിച്ച് പറയുകയുണ്ടായി. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന കാശും വാങ്ങി പുതിയ പേരിൽ പദ്ധതി നടപ്പാക്കിയെന്നല്ലാതെ എത്ര പദ്ധതി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്? കേന്ദ്രം കൊടുക്കാത്ത ഏത് പദ്ധതിയുടെ വീതമാണ് ഇവിടെ കിട്ടാത്ത? ഇപ്പോൾ റേഷനൊക്കെ പ്രകാശ് മാഷിങ്ങനെ പറയുണ്ടായി, റേഷൻ്റെ വീതം ആരാ കൊടുക്കുന്ന മാഷേ? അല്ല, ഈ 2000 രൂപ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്ഷേമ പെൻഷൻ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. എവിടെ ഒരു സ്റ്റേറ്റ് പറയാമോ 2000 രൂപ പെൻഷൻ, ക്ഷേമ പെൻഷൻ പറയാം, അത് പറഞ്ഞു തരാം. എന്തായാലും ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. കണ്ണൂർ കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം അഴിമതി രഹിതമാക്കണം എന്നൊക്കെയല്ലേ ഇവരെ മുദ്രാവാക്യം വിളിക്കുന്നത്. അഴിമതിയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കണ്ണൂർ കോർപ്പറേഷൻ നിലനിൽക്കുന്നത്. നിങ്ങളിവിടെ പ്രകാശം മാഷ് ഇവിടെ പറയണ്ട. പ്രകാശം മാഷ് ഇപ്പോൾ ആയിക്കരയിലെ ഒരു മാർക്കറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ മാലിന്യ പ്ലാന്റിനെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ആ മാലിന്യ പ്ലാന്റിൽ 40 കോടി രൂപയുടെ പദ്ധതി 140 കോടിയാക്കിയപ്പോൾ കരാറുകാരൻ വന്നത് പാർട്ടിയുടെ സെക്രട്ടറിയുടെ അടുത്തേക്കാണ്. കരാറുകാരൻ അതിൻ്റെ ചർച്ച ചെയ്യാൻ അതെന്തുകൊണ്ടാണ് വന്നത്? എന്തുകൊണ്ടാണ് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടുത്തേക്ക് പോകാത്തത്? അതിൻ്റെ വിഹിതം കൊടുക്കാൻ വന്നതാണ്. അദ്ദേഹം പറയും, എന്നെ അടുത്ത് അയച്ചു, ഭരണസമിതിക്കാർ എൻ്റെ അടുത്ത് അയച്ചു, കോർപ്പറേഷൻ്റെ ആളുകൾ. കണ്ണൂർ കോർപ്പറേഷൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ 5 വർഷക്കാലത്തിടയിൽ കണ്ണൂർ കോർപ്പറേഷനകത്ത് അഴിമതി നടത്തിയതായി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും. മാലിന്യ പദ്ധതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ചേലോറ മാലിന്യ പദ്ധതിയിൽ എത്ര കോടി രൂപയാണ് ചെലവഴിച്ചത്? ആദ്യം കൊടുത്ത കമ്പനി 78 ലക്ഷം രൂപ കമ്മീഷനും വാങ്ങി. അതിൻ്റെ വിഹിതം ഭാരവാഹികൾക്ക് കൊടുത്തവരെ അയാൾ മുങ്ങിയില്ലേ? അയാളെ പിടിച്ചുകൊണ്ടുവരാൻ സാധിച്ചോ? അതിനുശേഷം കൊടുത്ത കമ്പനി 2 കോടി 12 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി മുങ്ങിയില്ലേ? അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചോ? എന്താ സാധിക്കാത്തത്? കമ്മീഷനാണ് ഈ ഭരണസമിതിയുടെ അംഗീകാരം. അവർ കമ്മീഷന് വേണ്ടിയാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്തത്. UDFന്റെ പ്രതിനിധിയോടാണ് ചോദ്യം. കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോർപ്പറേഷൻ പറയത്തക്ക നമുക്ക് മുന്നിൽ വെക്കാൻ പറ്റുന്ന എന്ത് വികസന പദ്ധതിയാണ് കോർപ്പറേഷന് വേണ്ടി UDF കൊണ്ടുവന്നത്? 2 പദ്ധതിയെക്കുറിച്ച് പറയാം. ഒന്ന്, നിങ്ങൾ താവക്കരയും അതേപോലെ തന്നെ ഇവിടെയും സ്ഥാപിച്ച മൾട്ടി ലെവൽ പാർക്കിംഗ്, കോടാനുകോടി റുപ്യ മുതൽ മുടക്കിക്കൊണ്ട് സ്ഥാപിച്ച ഈ 2 പദ്ധതി ഒരു ഗുണവുമില്ല. ഒരു വാഹനം പോലും അതിൽ കയറാൻ പറ്റുന്നത്. അത് ഇപ്പം ഉപയോഗശൂന്യമാണോ എന്ന് പോലും സംശയമുണ്ട്. ഇല്ല, ഒരു വാഹനവും പാർക്ക് ചെയ്യുന്നില്ല. ഏതാണ്ട് 12 കോടി റുപ്യ മുതൽ മുടക്കിയിട്ടാണ് ഇത് 2 സ്ഥാപിച്ചത്. പയ്യാമ്പലം ശ്മശാനത്തിൽ 2 തവണ ആദ്യ തവണ വൈദ്യുതി ശ്മശാനം കൊണ്ടുവന്നു. അത് പ്രവർത്തനരഹിതമായി. അതിൻ്റെ ഈ ടെസ്റ്റിങ്ങോ കാര്യങ്ങളൊക്കെ വേണ്ടത്ര രീതിയിൽ ചെയ്തില്ല എന്ന് പറഞ്ഞ് പ്രവർത്തനരഹിതമായി. അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങി. വീണ്ടും പൈസ മുതൽ മുടക്കിക്കൊണ്ട് വീണ്ടും വൈദ്യുതി ശ്മശാനം തുടങ്ങി. അതും ഇപ്പോൾ പൂട്ടിയിട്ടില്ല. ആരും ഈ വൈദ്യുതി ശ്മശാനത്ത് ഒരു ബോഡി പോലും വെക്കുന്നില്ല. സാധാ കണ്ണൂർ നഗരസഭയിൽ ഇപ്പോൾ വൈദ്യുതി ശ്മശാനമില്ല. ഈ നഗരസഭയിൽ വൈദ്യുതി ശ്മശാനം ഇല്ല, പ്രവർത്തനരഹിതമാണ്. ചുരുക്കി പറഞ്ഞ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധികൾ മാത്രമാണ് ഇത്. കഴിഞ്ഞ മുൻ മേയർ ഇപ്രാവശ്യം മത്സരിക്കുന്നില്ല. കാരണം അദ്ദേഹം ജയിലിൽ പോകാനുള്ളതാണ്. കാരണം അത്രയും അഴിമതി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ പഠനത്തോടിൻ്റെ പരിസരത്ത് നിന്ന് വരുന്നുണ്ട്. അവിടെയാണ് പ്ലാന്റ് സ്ഥാപിച്ചത്. ആ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ പറഞ്ഞത്, ഇനി പഠനത്തോടിൽ ഇങ്ങനെ നിങ്ങൾക്ക് കുടിക്കുന്ന വെള്ളം ഒഴുകും. പിന്നെ ഈ വെള്ളം ഇങ്ങനെ ലോറിയിൽ കൊണ്ടുപോയിട്ട് ഫാക്ടറിയിൽ കൊണ്ടുപോയി ചെടികൾക്കെല്ലാം ഒഴിക്കും. ഇപ്പോൾ നാറിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. നമുക്ക് കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച അവിടുത്തെ പ്രദേശവാസികൾ ഇപ്പവും ദുരിതമാണ്. അതിൻ്റെ ഉദ്ഘാടനം കമ്മീഷൻ പോലും ചെയ്യാണ്ട് അഴിമതി നടത്തി. ഇപ്പോൾ ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ വിജിലൻസിന് പരാതി ഞാൻ പരാതിക്കാരനാണ് ഇദ്ദേഹത്തിനെതിരെ. ഈ പരാതിയുടെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തെ ആ കമ്മീഷൻ പോലും ചെയ്യുന്ന ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കയ്യേറ്റം ചെയ്യാൻ പോയതാ PK രാഗേഷ്. ഇത്രയും മോശമായ. അതുമാത്രമല്ല, മറ്റൊന്ന് പുലിമുട്ട്. അതായത് ഏറ്റത്തിന് വെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാനാ ഫുൾ വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നു.
ഈ വെള്ളം ഈ പറയുന്ന പ്രദേശവാസികളെ വീട്ടിലെല്ലാം മഴക്കാലത്ത് നിറഞ്ഞ് കവിയാണ്. വീട്ടിൽ ഒരു വസ്തു പോലും നശിക്കാത്തത് മഴക്കാലത്ത് ഉണ്ടാവില്ല. അത്രയും മോശമായ രീതിയിലാണ്. കണ്ണൂർ തോട്ടടയിൽ പ്രവർത്തിക്കുന്ന അഭയ കേന്ദ്രം വയോജന കേന്ദ്രമാണ്. അതിൻ്റെ ചെയർമാൻ കളക്ടറാണ്. തലശ്ശേരി മുനിസിപ്പാലിറ്റിയും കണ്ണൂർ മുനിസിപ്പാലിറ്റിയും തമ്മിൽ ധാരണയായിട്ടാണ് നടത്തേണ്ടത്. ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് ഇദ്ദേഹമാണ്. എങ്ങനെ ഇദ്ദേഹം പ്രസിഡന്റായി? അദ്ദേഹം അവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥരുടെ തന്നെ വലിയ പാട്ടാ. ഇദ്ദേഹം ആ വലിയ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ഈ കണ്ണൂർ കോർപ്പറേഷനെ കുറിച്ച് കേൾക്കുന്നത്? മുൻ മേയറെ, തെരഞ്ഞെടുപ്പിൽ താങ്കൾ പറഞ്ഞു ഒരു വെല്ലുവിളിയില്ലാന്ന്. ഇവരിതൊക്കെ നിങ്ങൾ ഇട്ട് കത്തിക്കുകയല്ലേ, വലിയ വിഷയമായി വരികയല്ലേ? പ്രകാശ് മാഷ് പറഞ്ഞു വെച്ചതിൽ അദ്ദേഹം പറഞ്ഞു കണ്ണൂർ നഗരത്തിൻ്റെ വികസനത്തിന് ഏറ്റവും ഉപയോഗിക്കുന്ന കാര്യമാണ് ഒന്ന് ഫ്ലൈ ഓവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതി. ഈ രണ്ട് പദ്ധതിയെക്കുറിച്ചും കൃത്യമായിട്ട് പറയാനുണ്ട്. അതിൻ്റെ സമരം ഉദ്ഘാടനം ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞു. ആ സമരം എന്തിനാണെന്ന് മാഷ് മനസ്സിലാക്കിയോ? അതിന് കണ്ണൂർ കാൽടെക്സിൽ വരുന്ന ഫ്ലൈ ഓവർ നാറ്റ്പാക്കിൻ്റെ ഒരു സ്റ്റഡി, ആ സ്റ്റഡിക്കകത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെഹിക്കിൾ പോപ്പുലേഷനുള്ള വാഹന സാന്ദ്രതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് കണ്ണൂർ ജില്ലയിൽ AKG ആശുപത്രി ജംഗ്ഷനാണ്, കൊയിലി ആശുപത്രി ജംഗ്ഷനാണ്, ശ്രീപുരം സ്കൂളിൻ്റെ സ്ഥലത്താണ്. ഈ സ്ഥലങ്ങൾ കവർ ചെയ്യാതെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടായിക്കഴിഞ്ഞാൽ കണ്ണൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു സമരം നടന്നപ്പോൾ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ വികസന വിരുദ്ധമാകുന്നത്? സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങളല്ല 2017 നിങ്ങൾ കൊണ്ടുവന്ന പദ്ധതി 2025 എന്തേ നടപ്പാക്കാത്തത്? കണ്ണൂർ കോർപ്പറേഷൻ ആരംഭിച്ച നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി അത് ഇതിൻ്റെ ഭാഗമായി ക്ലബ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കത്ത് തന്നത് പ്രകാരം ഞങ്ങൾ വെച്ച പദ്ധതി നടപ്പാക്കാതെ വന്നു. അവസാനം ഞങ്ങൾ പലതവണ പറഞ്ഞപ്പോഴും അത് നടപ്പാക്കാതെ വന്നപ്പോൾ ഞങ്ങളിതാ സ്വന്തം നിലയിൽ നടപ്പാക്കുന്നു. ആ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു, നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ പദ്ധതി. അപ്പോൾ ഇത് പദ്ധതിയെ തടസ്സപ്പെടുത്തുക, വലിയ പദ്ധതികൾ ജനങ്ങളുടെ മുമ്പിൽ പറയുക, നടപ്പാക്കാതിരിക്കുക, ആ കാര്യമാണ് നിങ്ങൾ ആ കാര്യത്തിൽ ആ ചോദ്യം. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, ഇവിടെ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ആയാലും അതുപോലെ തന്നെ ഇവിടെയുള്ള പഠനത്തോടിലെ പ്ലാന്റ് ആയാലും അതുപോലെ തന്നെ പുലിമുട്ടായാലും ഈ പദ്ധതി ഒന്നും കൊണ്ടുവന്നത് അല്ലെങ്കിൽ വിഭാവനം ചെയ്തത് ഞങ്ങളല്ല. നിങ്ങൾ ആലോചിക്കേണ്ട, ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾ, കണ്ണൂരിനെ സ്നേഹിക്കുന്ന ആളുകൾ ചർച്ച ആരംഭിക്കേണ്ടത് 2015 2015 അവിടെ പ്ലാന്റ് വരുമ്പോൾ ആ വീടുകളിൽ പോയി ആ വീടുകളിലൊക്കെ പോയി മുനിസിപ്പാലിറ്റി ഉണ്ടാക്കാത്ത പ്ലാന്റ് ഞങ്ങളിതാ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീടുകൾ കയറി പ്രചരണം നടത്തിയ സുഹൃത്താണ്. ടെൻഡർ വിളിച്ചതാരാണ്? ആ ടെൻഡർ അതിന്റെ ഭാഗം വെച്ചു. ഞങ്ങളല്ല തുടങ്ങിയത്. തുടങ്ങിയല്ല, ടെൻഡറിലാണല്ലോ യോഗ്യരായ കമ്പനികൾ വരുന്നത്. നമ്മൾ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ആ ടെൻഡർ വിളിച്ചത് ആരാണ്, എപ്പോഴാണ്? ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിച്ചു. ഞാൻ അതാണ് പറഞ്ഞത്. കൺസൾട്ടൻസിയെ നിയോഗിച്ചത് കഴിഞ്ഞ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി. നമ്മൾ വികസനമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ 10 വർഷമായി, 4 വർഷം എന്തു ചെയ്തു എന്ന് പറഞ്ഞിട്ട് വേണം ചർച്ചയൊക്കെ തുടങ്ങാൻ. ഇതിനുത്തരം പ്ലീസ്. അപ്പൊ ആ 4 വർഷം ഒന്നും ചെയ്തിട്ടില്ല. ഏതായാലും അവിടെ പ്ലാന്റ് ഇതിന്റെയൊക്കെ പദ്ധതികൾ കൊണ്ടുവന്ന് ഒന്നും നടന്നിട്ടില്ല. അവിടെ വീട് കയറി പറഞ്ഞതാ ഞങ്ങൾ കൊണ്ടുവരുന്നു, ഒന്നും നടപ്പാക്കിയിട്ടില്ല. കൺസൾട്ടൻസി അഴിമതി ഉണ്ടെങ്കിൽ പ്രതിയാകുന്നെങ്കിൽ ഒന്നാം പ്രതി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മപുരത്ത് സംഭവിക്കണ്ടേ, മുട്ടത്തറയിൽ സംഭവിക്കണ്ടേ, കണ്ണൂർ നഗരസഭയിൽ മാത്രം നിങ്ങൾ ഇടപെടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ആ പദ്ധതിയെ മോണിറ്റർ ചെയ്തത് സംസ്ഥാന അമൃത് മിഷനാണ്. അല്ല, അവർ അതിനു മുൻപ് തന്നെ പലതവണ വന്നു, മന്ത്രി ഉൾപ്പെടെ നേരിട്ട് അവിടെ വന്ന് പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടെ വന്ന് അത് പരിശോധിച്ച് അത് പൂർത്തിയായി അത് ഉദ്ഘാടനം. അങ്ങനെ തന്നിട്ട് ആ പദ്ധതി ഇതാ ഉദ്ഘാടനം ചെയ്യാനായിരിക്കുന്നു. എന്താ മന്ത്രി പറഞ്ഞത്? കേരളത്തിലെ ഒരു തദ്ദേശ സ്ഥാപനത്തിനും ഇന്ന് വരെ ആരംഭിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ പറ്റാത്ത അഭിമാനകരമായ ഒരു പദ്ധതി കണ്ണൂർ കോർപ്പറേഷൻ ഏത് വിജിലൻസും ഏത് ഫയലും കൊണ്ടുപോയിക്കോട്ടെ നേരിടാൻ, കാണാൻ, അതിനോട് സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. പഠനത്തോടിന്റെ വിഷയം ഈ നഗരവാസികൾക്ക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ഒരു 4 പതിറ്റാണ്ട് കാലമായി നിലനിൽക്കുന്ന വിഷയം പരിഹരിക്കാൻ അമൃത് പദ്ധതിയിൽപ്പെടുത്തി ആ പദ്ധതി അംഗീകരിപ്പിച്ചത് LDF ഭരണമാണ്. നടപ്പിലാക്കിയത് UDFന്റെ ഭരണകാലത്താണ്. നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്താ?
സാധാരണഗതിയിൽ ചെറുകിട കെട്ടിടങ്ങളിലും അതുപോലെ തന്നെ ഓടകളിലുമുള്ള വെള്ളമാണ് ശുദ്ധീകരിക്കേണ്ടത്. അവിടെ ഇപ്പോൾ വൻകിട ഹോട്ടലുകൾ അതുപോലെ വലിയ കെട്ടിടങ്ങൾ അവിടെയെല്ലാം ഉള്ളത് ഇതുമായി ബന്ധപ്പെടുത്തിയതുകൊണ്ട് അവിടെ ശുദ്ധീകരണം നടക്കുന്നില്ല. ഇപ്പോൾ രാത്രി കാലത്ത് മലിനജലം തന്നെ ഒഴുക്കുകയാണ്. പഠനത്തോട് നിവാസികൾക്ക് കിടന്നുറങ്ങാനാവുന്നില്ല. അവിടെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം 70% ആളുകൾക്ക് രക്തത്തിൽ ഫൈലേറിയ ബാധയുണ്ട്. കൊതുകളുടെ കേന്ദ്രമല്ലേ ആ കേന്ദ്രം? പക്ഷേ അതല്ല, അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, അതിൽ അഴിമതി നിങ്ങൾ ആരോപിച്ചാൽ അതിൽ തദ്ദേശ ഭരണ വകുപ്പാണ് അതിൽ പങ്കാളിയാവുക, ഉത്തരവാദിയാവുക. ഇതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അല്ല, ആ വിഷയത്തിന്റെ മേലെ അന്വേഷണം നടക്കുന്നുണ്ട്. നടത്തിയിരിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള കാര്യം വരുന്നുണ്ട്. അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. പിന്നെ അന്വേഷണം നടക്കുന്ന വിഷയമുണ്ടല്ലോ. ഇപ്പൊ ചേലോര പ്ലാന്റുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ കേസുണ്ട്. 1.77 കോടി ഉറുപ്പിക അഴിമതി നടത്തിയെന്നുള്ള പേരിലാണ്. ഞാൻ ചോദിക്കട്ടെ മോഹനോട്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭരണസമിതി യോഗത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് എസ്റ്റിമേറ്റ് റിവിഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടായോ? എപ്പോഴാണ് എസ്റ്റിമേറ്റ് റിവിഷൻ ചെയ്യുന്നത്? വർക്ക് കോൺട്രാക്ട് കൊടുത്ത് കോൺട്രാക്ടറുടെ ആവശ്യത്തിനൊത്ത് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്ന കേരളത്തിലെ കോർപ്പറേഷൻ അത് കണ്ണൂരാണ്. മറ്റൊന്നിനുമല്ല, അതിൽ അഴിമതി ഉണ്ടെന്നാണോ? അഴിമതി എന്ന് പറഞ്ഞാൽ അത് കോൺട്രാക്ടർക്ക് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് സംഖ്യ മാറ്റുന്നതാണ്. തീർച്ചയായിട്ടും കൈക്കൂലി വാങ്ങാനാണ്. ഈ കോൺടാക്ട് ഈ അഭിപ്രായം ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്തുകൊണ്ട് തീർച്ചയായിട്ടും അഭിപ്രായമുണ്ട്. ഈ വിഷയത്തിൽ STP പദ്ധതിയുടെ കാര്യം പറയുകയാണെങ്കിൽ STP പദ്ധതി പൂർത്തിയാക്കേണ്ട സമയം എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാം. അശാസ്ത്രീയമായ രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുക. 84 കോടി രൂപ STP പദ്ധതിക്ക് അനുവദിച്ച് പണി പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പോലും ഈ പദ്ധതിക്കകത്ത് കണ്ണൂർ കോർപ്പറേഷനകത്ത് ഒരു വീടിൽ നിന്നോ ഒരു സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു തുള്ളി വെള്ളം ഇതുവരെ അവിടേക്ക് എത്തിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. കാരണം ഉദ്ഘാടന ഒരിക്കൽ MP രാജേഷും അത് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം സുധാകരൻ വരുന്നു. അങ്ങനെയൊക്കെയാണ് ഉദ്ഘാടന മഹാമഹം നടക്കുന്നതല്ലാതെ കണ്ണൂർ കോർപ്പറേഷനകത്ത് ഒരു തുള്ളി വെള്ളം. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ക്ഷണിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഞാനൊരു പെൻഡ്രൈവ് കൊണ്ട് വന്നിട്ടുണ്ട്. പത്രക്കാർക്ക് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ആ പെൻഡ്രൈവിൽ ഞാൻ പറയുന്നത് ഒരു തുള്ളി വെള്ളം അതിനകത്തേക്ക് കണ്ണൂർ കോർപ്പറേഷനകത്ത് നിന്ന് പോകുന്നുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ പരസ്യമായി ഞങ്ങളിവിടെ മാപ്പ് പറയും. എത്രയാ കോടി രൂപ? 84 കോടി രൂപ STP പദ്ധതി. കാരണം STP പദ്ധതി അവിടെ പൂർത്തിയാക്കി. പക്ഷേ STP പദ്ധതിയിലേക്ക് എത്തിച്ചേരാനുള്ള കൈവഴികളുള്ള ചാനൽ അവിടെ ഉണ്ടാക്കിയിട്ടില്ല. 6 മാസക്കാലത്തിനകത്ത് തന്നെ മുഴുവൻ പൈപ്പുകളും പൊട്ടി മലിനജലം മുനീശ്വരൻ കോവിൽ പരിസരത്ത് ഓടെ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നിട്ടാണ് പറയുക അഴിമതി നടത്തിയില്ല. അഴിമതിയുടെ കാര്യം പറയുമ്പോൾ ഒന്നുകൂടെ 12 കോടി 21 ലക്ഷം രൂപയാണ് ഞങ്ങളുടെ പിറകിൽ നിൽക്കുന്ന കാർ പാർക്ക്. ഒരു വണ്ടി ഇതുവരെ കയറിയിട്ടില്ല. ഒരു വണ്ടി കയറിയിട്ടില്ല. 2 തവണ പൂർത്തിയാക്കി, 2 തവണ ഉദ്ഘാടനം ചെയ്തു. ഇത് ഞാൻ പറയുന്നതല്ല. UDFന്റെ നേതാവായ മോഹന്റെ നേതാവായ സുധാകരൻ പറയുന്നു കണ്ണൂരിലെ വികസനം അട്ടിമറിച്ച ഒരു കോർപ്പറേഷനാണെന്ന്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് തെളിവുകൾ ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ അതിന്റെ രേഖകൾ ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് അഴിമതിയുടെ കാര്യത്തിൽ UDF സംവിധാനം കഴിഞ്ഞ കാലാകാലങ്ങളിലായി പതിറ്റാണ്ടുകളായി കണ്ണൂർ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഈ അഴിമതി ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും വരാൻ പോകുന്നത്. ഞങ്ങളൊക്കെ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഈ പരിപാടി അവതരിപ്പിക്കാൻ കേരളം മുഴുവൻ സഞ്ചരിക്കുന്നതാണ്. കണ്ണൂരുകാരെ ഒരുപാട് ആളുകളെ തിരുവനന്തപുരത്ത് ഓരോ ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ അമൃത് പദ്ധതിയൊക്കെ തിരുവനന്തപുരത്തൊക്കെ സ്മാർട്ട് റോഡുകൾ ഒരുപാട് വരികയും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ അവിടെ ഇരുന്ന് മനുഷ്യർ ഭക്ഷണം കഴിക്കുന്ന വിധത്തിലേക്ക് വാർത്തകൾ ഞങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രഹ്മപുരത്ത് ആ കൂമ്പാരം മാറി അവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് ചെയ്യുമ്പോൾ കേരളത്തിലൊരു നഗരസഭ യഥാർത്ഥത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. യാതൊരു സംശയവും അതിനകത്തില്ല. അതിനകത്ത് വ്യത്യസ്ത കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകാം, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷേ അങ്ങനെ കേരളത്തിൽ മറ്റേത് നഗരസഭയുണ്ട്, ഏത് കോർപ്പറേഷനുണ്ട് എന്നൊരു പ്രധാന പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു തോന്നൽ നിങ്ങളോട് പങ്കുവെച്ചു. നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, അത് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ്. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ പഠനത്തോട് നവീകരിക്കുന്നതിന് വേണ്ടി എത്ര കോടി ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ധവളപത്രം ഇറക്കാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യം. എന്നിട്ട് എന്ത് നേടി? ശരി, എന്താണ് ഈ പഠനപ്പാലം ഈ പദ്ധതി, അവിടുത്തെ അഴുക്കുചാൽ ആ ഒഴിവാക്കാൻ തൊട്ടാണ്, ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ഇല്ല, അവിടെയാണ് നടക്കുന്നത്. ഇതുപോലൊരു പദ്ധതി കേരളത്തിൽ ഏതെങ്കിലും ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടാകുമോ? ഇതൊരു വളർന്നു വരുന്ന കോർപ്പറേഷൻ അല്ലേ? ഇവിടെ റോഡുകൾ നിങ്ങൾ റോഡുകൾ നവീകരിക്കാൻ വേണ്ടി ഹാജി റോഡിലൊക്കെ തന്നെ ടൈൽസ് പാകി, അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. അവിടെ ടൗണിലെ റോഡുകൾ നോക്കൂ, എല്ലാം ദുർഘടമായ വഴികളായി മാറിയിരിക്കുന്നു. ഒരു ധവളപത്രം ഇറക്ക്, ഈ പദ്ധതിയെ കുറിച്ച് ധവളപത്രം ഒരു നിഷ്പക്ഷ കമ്മിറ്റി പരിശോധിക്ക്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? എത്ര കോടി ചെലവഴിച്ചു? പഠന പോലെ ചെറിയൊരു പരിപാടിയാണ്.
അത് എത്ര നിങ്ങൾ ചെലവഴിച്ചു എന്നുള്ളതിന് ഒരു ധവളപത്രം ഇറക്കാൻ തയ്യാറാണോ എന്നാണ് എൻ്റെ ചോദ്യം. സുഹൃത്ത് പറഞ്ഞതിൻ്റെ അകത്ത് അഭയനികേതൻ ഒരു കാര്യം പറഞ്ഞു. അഭയനികേതൻ ഞാനൊരു ഭാരവാഹിയല്ല. ആദ്യം അത് മനസ്സിലാക്കാം. മുമ്പ് senior കലക്ടറാണ് citizens. അതിന്റെ ചെയർമാൻ. ഞാൻ അതിന്റെ ഒരു ഭാരവാഹി പോലും അല്ല. ബോധ്യമായോ? നിങ്ങൾ എന്തൊക്കെയോ ബോധ്യമായില്ല. മനസ്സിൽ കണക്ക് കൂട്ടി എന്തോ എന്തുകൊണ്ട് അങ്ങനെ താല്പര്യം വെച്ച് പറയട്ടെ. ഒരു നിമിഷം സാർ, ഒരു നിമിഷം. താങ്കളുടെ തന്നെ അവസരമാണ്, ഞാനത് കളയില്ല. എന്തുകൊണ്ട് നിങ്ങൾ അതിന്റെ അഭയത്തിന്റെ പ്രസിഡന്റ് ആയിക്കൊണ്ട് അവിടുത്തെ ഈ പറയുന്ന അതിന്റെ പ്രസിഡന്റ് അല്ല. നിങ്ങൾ ചെയർമാൻ പ്രസിഡന്റ് കലക്ടറാണ്. തെളിയിച്ചരാം എന്ന് തെളിവുകളുണ്ട്. ഇവിടുത്തെ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മാഡം പരിശോധിച്ച് അഴിമതി കണ്ടെത്തിയതാണ്. ആയിക്കോട്ടെ, നിങ്ങൾ നടപടിയെടുക്കൂ. സ്ഥലത്ത് സൂചിപ്പിച്ചതിനകത്ത് ഒരു വലിയ ആവേശത്തോടെ ബ്രഹ്മപുരത്തെയൊക്കെ അങ്ങ് പൊക്കിക്കാട്ടി നിങ്ങൾ പറഞ്ഞു വിട്ടു. വാസ്തവത്തിൽ പൊട്ടന്മാരായിരിക്കും ഒരു ജനങ്ങൾ. ഇത് ബ്രഹ്മപുരത്ത് ബയോമൈനിങ് നടത്തിയതിൻ്റെ സംബന്ധിച്ച് വാർത്ത വന്ന ഒരു പത്രത്തിലാണ്. എന്താണ്? രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ എന്നുള്ളതാണ്. അവിടെ ബയോമൈനിങ് നടത്തിയപ്പോൾ ഒരു ക്യൂബിക് മീറ്ററിന് 1690 രൂപക്കാണ് അവിടെ നടത്തിയത്. കണ്ണൂരിൽ നടത്തിയത് കേവലം 600. റിസൾട്ട് കൂടി പറയൂ. പറയട്ടെ. ആ 1600 ഗുസ്തി പിടിക്കുകയാണ്, അഴിമതി ചർച്ചയാണ്. അവസ്ഥ മാറുകയാണ് സർ. ജനം ആഗ്രഹിക്കുന്നത് അതല്ലേ? മാഷ് പറഞ്ഞു 1,70,00,000. ഇതിന് താഴെ 9,49 ലക്ഷം. ഇത് ഞാൻ പറഞ്ഞല്ല, പത്രം പറഞ്ഞല്ല, അവിടുത്തെ ഓഡിറ്റ് റിപ്പോർട്ടാണ്. എന്താണ് വിഷയം? നിങ്ങൾ പറഞ്ഞു അവിടെ ഭയങ്കര ഫുട്ബോൾ ക്രിക്കറ്റ് കളിച്ചു. 1.5-2 ഏക്കറിൽ മാലിന്യം നീക്കം ചെയ്തിട്ട് അവിടെ മന്ത്രി വന്ന് ക്രിക്കറ്റ് കളിച്ചിട്ട് അത് നിങ്ങൾ ഫോക്കസ് ചെയ്തു മീഡിയയിൽ കൊടുത്തു. എന്താ സംഭവിച്ചത്? 2 ആഴ്ചയോളം അവിടെ നിന്ന് കത്തി. അവിടെയുള്ള ആളുകളൊക്കെ പോയി എന്തിട്ടാ സോണ്ട എന്ന് പറയുന്നൊരു കമ്പനിക്കാണ് അത് കൊടുത്തത്. ആരാണ് സോണ്ട? ആ സോണ്ട എന്ന് പറയുന്നത് കേരളത്തിലെ CPM-ന്റെ ഉന്നത നേതാവായ വൈക്കം വിശ്വന്റെ മകളുടെ കമ്പനിയാണ്. അതേ കമ്പനിക്ക് കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യം നീക്കാൻ വേണ്ടി സർക്കാർ കൊടുത്തു അനുമതി. ടെൻഡർ വിളിച്ചു. ആര്? കോർപ്പറേഷൻ അല്ല, സർക്കാരാണ് ടെൻഡർ വിളിച്ചത്. സിംഗിൾ ടെൻഡർ അംഗീകരിക്കുന്ന പതിവില്ല. ഇവിടെ 1740 രൂപ നിശ്ചയിച്ചിട്ട് ടെൻഡർ വിളിച്ചു. അത് ഞങ്ങൾ അവസാനം തുക കൂടിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റദ്ദ് ചെയ്തിട്ട് വീണ്ടും വിളിച്ചു. എന്നിട്ട് ഞങ്ങൾ വിളിച്ചപ്പോൾ കുറച്ച് കഴിഞ്ഞു, അതും ക്യാൻസലാക്കി. വീണ്ടും വിളിച്ചപ്പോൾ 640 രൂപക്കാണ്. മാഷെ ആ ഓഡിറ്റ് റിപ്പോർട്ടും അതിന് കൊടുത്ത മറുപടിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ മറുപടിക്കകത്ത് 1,70,00,000 രൂപ അധികം കൊടുത്തെന്നല്ല, അവർക്ക് ഇനിയും തുക കൊടുക്കാനുണ്ട്. കാരണം അവിടെ ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ട് ഡ്രോൺ സർവേ നടത്തുമ്പോൾ നടത്തിയതിനു ശേഷം അവിടെ 5 മാസത്തിലധികം അവിടെ വീണ്ടും മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഡ്രോൺ സർവേക്ക് ശേഷം മാലിന്യ നീക്കം തുടങ്ങിയ ആ തീയതി 1 വർഷത്തോളം ദിവസം 3 ടണ്ണിലധികം തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ്. അതിലപ്പുറം ഞാനിവിടെ നിൽക്കുന്ന ആളുകളെ തിരുവനന്തപുരത്തും കോഴിക്കോടും അതുപോലെ കൊച്ചിയിലുമുള്ള നേരത്തെയുള്ള മാലിന്യ പ്ലാന്റ് സ്ഥലത്തേക്ക് ക്ഷണിക്കാൻ ഞാനിവിടെ പോയിട്ടുണ്ട്. 1 തരം ഉദ്യാനമാണ്. ഇവിടെ ചേലോറിൽ ആർക്കാ പോകാൻ വേണ്ടി കഴിയോ? സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ 2 ആഴ്ച കാലത്തോളം നിന്ന് കത്തി കൊച്ചിയിലും തിരുവനന്തപുരത്തും മാലിന്യ കൂമ്പാരം. അത് കണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഒരു ഏജൻസി നിശ്ചയിച്ചു. അവിടെ 3 കോർപ്പറേഷനും ആ ഏജൻസി അംഗീകരിച്ചു, പണിയെടുത്തു, പണി പൂർത്തീകരിച്ചു. ഇവിടെ പറഞ്ഞു ഞങ്ങൾ മാർക്സിസ്റ്റുകാരുടെ ബന്ധുവിൻ്റെ പദ്ധതി അംഗീകരിക്കാൻ തയ്യാറല്ല, ഞങ്ങൾ വേറെ പദ്ധതി കൊണ്ടുവരും, അനുവാദം വേണം. LDF-ന് ഗവൺമെൻറ് അനുവാദം കൊടുത്തില്ലേ? തദ്ദേശ വകുപ്പ് അനുവദിച്ചൊരു കൊല്ലം എത്രയായി? എന്നിട്ട് ഇതുവരെ പൂർത്തീകരിച്ചില്ല. മാത്രമല്ല ഇവിടെ നമ്മുടെ മുസ്ലിം ചെയർമാനതിന് ശേഷം 1.77 കോടി രൂപ കട്ടത് തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു. ഞാൻ വെല്ലുവിളിച്ചോട് ചോദിക്കട്ടെ, ഒരു ഫയൽ നീങ്ങിയോ? മാസം 8 ആയില്ലേ തീരുമാനിച്ചിട്ട്? നിങ്ങൾക്ക് നീക്കാനാവില്ല. കാരണം നിങ്ങൾ അറിഞ്ഞു കൊടുത്തതാണ്, കൈക്കൂലിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഉണ്ടായിരിക്കുന്ന കാര്യം ഒറ്റ കാര്യം കൂടി, ഇവിടെ BJP-യുടെ ആൾ പറയുന്ന കേട്ട് തോന്നുക എന്തോ കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ BJP-യുടെ ഓഫീസാണെന്നാണ്. ഞങ്ങളെല്ലാം നികുതി പണം കൊണ്ടാ നരേന്ദ്രമോദി ഭരിക്കുന്നത്, അല്ല BJP-ക്ക് കൊടുക്കുന്നതല്ല. പിന്നെ കേരളത്തിലെ പദ്ധതിക്ക് എന്താ നരേന്ദ്രമോദി തരണ്ടേ? കേരളം എന്താ വേറെ സ്റ്റേറ്റ് ആണോ? ഇന്ത്യയുടെ ഭാഗമല്ലേ? പിന്നെ ഏത് പദ്ധതിക്കാണ് വലിയ പണം നൽകുന്നത്? പെൻഷന് പണം നൽകുന്നുണ്ടോ? ഇവർ വീട് 4,71,000 വീട് കൊടുത്തു. എത്ര പൈസ കൊടുത്തിരിക്കുന്നത്? നിങ്ങൾ കാണാൻ വേണ്ടി 10% പേർക്ക് പൈസ. 60,000, 70,000, 1,10,000 അതിൽ മേലെ കൊടുക്കുന്നുണ്ടോ? എൻ്റെ ചോദ്യം മുൻ മേയറോട് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഒരു ഈക്വൽ ആയിട്ട് വന്നതുകൊണ്ട് ഷെയർ ചെയ്യുന്നതൊക്കെ മാധ്യമത്തിൽ കേട്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഷെയറിങ് നടക്കുന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം ഈ സീറ്റ് ചർച്ചയിൽ തന്നെ കണ്ടിരിക്കുന്നത്
ലീഗിന് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ പറ്റിയത്. ഇപ്പോൾ കോൺഗ്രസിന് പലരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാർ പറഞ്ഞു നമ്മളൊക്കെ പറ്റിക്കപ്പെട്ടു എന്നാണ്. അതായത് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയാണ് ഇതുവരെ കണ്ടതൊക്കെ. ചുരുക്കി പറഞ്ഞു. ഇപ്പോൾ പല സ്ഥലത്തും കഴിഞ്ഞ പ്രാവശ്യം നടന്നതിൽ കോൺഗ്രസിൻ്റെ പല സീറ്റിലും ഇഞ്ചോടിഞ്ചായിട്ട് BJP ഒക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇപ്രാവശ്യം കോൺഗ്രസിന് വോട്ട് ചെയ്താൽ തന്നെ കോൺഗ്രസിന് താരതമ്യേന ലീഗിൻ്റെ ഒരു ഭരണത്തിന് വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന രീതിയിലാണോ എന്നാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷനിൽ കായിക പ്രേമികളുടെ ഒരു ആഗ്രഹം എന്നുള്ള നിലയിൽ തുടങ്ങിയൊരു പദ്ധതിയായിരുന്നു എടക്കാട് മിനി സ്റ്റേഡിയം എന്നുള്ളത്. അത് ഇപ്പോൾ പാതി വഴിയിലൊരു ഉപേക്ഷിച്ച നിലയിൽ തന്നെയാണ് ഉള്ളത്. ചാല പടിഞ്ഞാറക്കരയിലെ സ്റ്റേഡിയം നിർമ്മാണം വ്യക്തികളുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് അത് തികച്ചും ഒഴിവാക്കുന്ന നിലയ്ക്ക് തന്നെ ഇപ്പോൾ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ചേലോറയിലെ മാലിന്യ പ്രശ്നവുമായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് 1.77 കോടി രൂപയുടെ അഴിമതി. പുതിയ വിഷയം ഉണ്ടെങ്കിൽ ആവട്ടെ. അതിൽ ടൺ കണക്കിന് മാലിന്യം നികത്തി അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് മൂടുന്ന ഒരു നിലയിലാണ് ഈ കോർപ്പറേഷൻ്റെ ഇത് മാറിയിട്ടുള്ളത്. കണ്ണൂരിലെ പഴയ ബസ് സ്റ്റാൻഡ് എന്ന ഒരു മുഖമുദ്രയായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ഭാവി എന്താണ്? അത് കൂടെ പൊളിച്ചുകളി എന്ന് പറയുന്നുണ്ട്, കോംപ്ലക്സ് വരും എന്ന് പറയുന്നുണ്ട്. അതെന്താണ് വരേണ്ടത്, എന്താണ് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല. ബസ് സ്റ്റാൻഡ് അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലയിൽ അഭിപ്രായപ്പെടുന്നത് എന്താണ്? ആ നിലയിൽ അത് പുതുക്കണം, പരിഷ്കരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ശരി. അത് ശരി. അല്ലല്ല, നഗരസഭയിലെ കൗൺസിലറാണോ? ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണോ? അപ്പൊ ഈ അഴിമതിയും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നിങ്ങളും കൂടി ഉത്തരവാദിയല്ലേ? ഇപ്പം പറയാം മുണ്ടാട് പിന്നെ ഇൻഡോർ സ്റ്റേഡിയം അതിൻ്റെ ഒക്കെ ഒരു അവസ്ഥ ഇപ്പോൾ ഒന്ന് പരിശോധിക്കുക. അതൊന്നും നമ്മളുണ്ടാക്കിയ സാധനങ്ങളൊന്നല്ല. ഇവിടെ കുറേ ആൾക്കാർ കുറേ അഴിമതി കാര്യങ്ങളിലൊക്കെ പറഞ്ഞല്ലോ. പുതിയ മേയർ വന്നത്, പുതിയ സംവിധാനം വന്നത്, അതിനല്ലേ നിങ്ങൾ മാറ്റിയത്? കക്കാട് കുളത്തിന്റെ കാര്യം പറഞ്ഞല്ലേ, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആയിരിക്കാം. എന്തായാലും ഈ ചേലോറ മാലിന്യ നീക്കൽ ഒരു വലിയ ഇഷ്യൂ ആണല്ലോ. ചേലോറ മാലിന്യം നീക്കാൻ അന്ന് അനുവദിച്ചത് 7.92 കോടി രൂപയാണ്. 7/5/22 നടന്ന എഗ്രിമെൻ്റ് പ്രകാരം സോണ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആളുടെ നേതാക്കന്മാരുടെ മകൻ്റെ ഒരു കമ്പനിക്ക് കൊടുത്തു. 68 ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങിപ്പോയി. അതിൻ്റെ അഡ്വാൻസ് വാങ്ങിപ്പോയതിന് ശേഷം അയാൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അയാളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചോ? അതിനുശേഷം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിയുടെ പേരാണ് റോയൽ വെസ്റ്റേൺ വേസ്റ്റ് പ്രോജക്റ്റ് LLP. അവർക്ക് കൊടുത്തിരിക്കുന്ന അഡ്വാൻസ് 2.7 crores ആണ്. അത് തിരിച്ചു വാങ്ങിയോ? ബയോ മൈനിങ് നടന്നു എന്ന് മേയർ ഇവിടെ പ്രഖ്യാപിച്ചു. മുൻ മേയർ പറഞ്ഞു ബയോ മൈനിങ് നടത്തിയ അവശിഷ്ടങ്ങളുമായി GPS ഘടിപ്പിച്ച വാഹനത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കണം. GPS ഘടിപ്പിച്ച വാഹനം എവിടെയും പോയിട്ടുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാശ് അഡ്വാൻസ് വാങ്ങിപ്പോയവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കത്? ഇപ്പോൾ ഇവിടെ ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ എന്താ ഒരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, PSCയിൽ നിങ്ങൾ മരുന്ന് വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. 40 ലക്ഷം രൂപയുടെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയോ? അഡ്വാൻസ് കൊടുത്ത മരുന്ന് നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾ അതിന് മറുപടി പറയണം. കാരണം നിങ്ങളാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് പറയേണ്ടത്. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾക്കും അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്കും 40 ലക്ഷം രൂപയുടെ മരുന്ന് വാങ്ങാൻ കൊടുത്ത അഡ്വാൻസ് തുക തിരിച്ചു കിട്ടിയോ? മരുന്ന് കിട്ടിയോ? ഇല്ലല്ലോ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇവിടെ ഇപ്പം പറഞ്ഞില്ലേ ഇവിടെ ഫുട്പാത്ത് ഉണ്ടാക്കിയിരുന്നു. ഇവിടെ നഗരം ഓൾറെഡി പിടിക്കുക 2 കോടി രൂപ സൗന്ദര്യവൽക്കരണം 2 കോടി രൂപ. നല്ല സ്ലാബ് ഇട്ട സ്ഥലങ്ങളൊക്കെ പൊളിച്ചിട്ടാണ് 2 കോടി രൂപ. ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത് 2 കോടി ഉണ്ടെങ്കിൽ പാറക്കണ്ടിക്കാവിനടുത്തും മുലീശ്വരൻകോവിനടുത്തും അതുപോലത്തെ പയ്യാമ്പലത്തുമുള്ള സാധാരണ റോഡുകൾ 10 ലക്ഷം രൂപ മാറ്റി വെച്ചിരുന്നെങ്കിൽ 20 റോഡുകൾ നിങ്ങൾക്ക് നന്നാക്കാമായിരുന്നു. പക്ഷെ നിങ്ങൾ എന്താ നന്നാക്കാത്തത്? 10 ലക്ഷം രൂപയിൽ കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷൻ കുറവാണ്. 2 കോടി കൊടുത്താൽ അതിൻ്റെ 10% കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതുകൊണ്ട് വൻകിട പ്രോജക്റ്റുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് കമ്മീഷന് വേണ്ടിയാണ്. കമ്മീഷൻ 50% വാങ്ങുന്ന ഒരു ഭരണ സംവിധാനമാണ് ഈ കോർപ്പറേഷനകത്തുള്ളത്. ഞാനിത് ആരോപിക്കുകയാണ്. ഞാനത് കേൾക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ആ കപ്പാസിറ്റിയിൽ പറയാണ്. അത് പറയാതിരിക്കാനും കഴിയില്ല. കാരണം 90,000 കോടിയുടെ കിഫ്ബി പ്രോജക്റ്റാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം നടന്നത്. അതിൽ ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അഴിമതികൾ എവിടെ? ഒരു കോർപ്പറേഷനകത്ത് ചെയ്ത പ്രവർത്തനങ്ങളുടെ പേരിൽ ഒരു 5 വർഷത്തിനടക്കം ഭരണസമിതി നേരിടുന്നതോ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപങ്ങൾ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന്. ഇതാണ് കണ്ണൂരിൽ കണ്ട ഒരു വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞത്. സർ, താങ്കളിലേക്ക്. ബഹുമാനപ്പെട്ട മുൻ മേയറോടാണ് ചോദിക്കുന്നത്.
ഇവിടെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് അണ്ടർ ബ്രിഡ്ജിൻ്റെ അടിയിൽ മനോഹരമായിട്ടുള്ള ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. അത് ആർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുള്ളത്? ആർക്കാണ് അവിടെ നോക്കാൻ കഴിയുക? ശരിക്കും അവിടെ അണ്ടർ ബ്രിഡ്ജിൻ്റെ അടിയിൽ വർഷങ്ങളായി വെള്ളം കെട്ടിക്കിടന്നിട്ട് അവിടെ വാഹനങ്ങൾ മഴക്കാലത്ത് പോകാൻ പറ്റാത്ത വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സ്ലാബിൻ്റെ മുകളിലൊന്നും നടക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പം മനോഹരമായി ലക്ഷങ്ങൾ ചിലവഴിച്ചവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ആ ചിത്രം ആർക്കാ കാണാൻ പറ്റുമോ? നടന്നു പോകുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ആ ചിത്രം കാണാൻ പറ്റുമോ? സ്ലാബ് ഇളകി വീഴുന്നുണ്ട്. അതുപോലെ തന്നെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ രഘുവട്ടം പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഭരണസമിതി 3 or 4 തവണയായി ഇവിടെ ഫുട്പാത്തും അതുപോലെ തന്നെ ഡിവൈഡറും കിട്ടുന്നത് ശരിയാകാഞ്ഞിട്ടാണോ പൊളിക്കുന്നത്? എന്താ അറിയില്ല, അതോ പൊളിച്ചിട്ട് കൂടുതൽ ശരിയായിട്ട് കെട്ടാന്ന് വിചാരിച്ചിട്ടാണോ? പൊളിക്കുന്നത് ഇതാണ് ഇവരുടെ പരിപാടി. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ കൂടെ എത്ര ലക്ഷം ഉറുപ്പ്യാണ് ഇതിൻ്റെ കൂടെ പിന്നെ തട്ടിപ്പ് നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ. അതോടൊപ്പം തന്നെ ഒന്നുകൂടി എനിക്ക് ചോദിക്കണം. ഇപ്പം കെട്ടിയത് തന്നെ ജനങ്ങൾക്ക് എന്താ പുലിക്കൂട് പോലെ കെട്ടിവെച്ചിട്ടുള്ളത്. സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പുലിക്കൂട് കെട്ടിവെക്കലല്ലോ. സാധാരണ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പോലും നടക്കാൻ പറ്റാത്ത ഇരുട്ടത്ത് നടക്കാൻ പറ്റൂല. അപ്പോൾ ആ രീതിയിൽ കെട്ടിവെക്കുന്നത്. അതുപോലെ തന്നെ പയ്യാമ്പലം, ഈ ആനക്കുളവും ചെട്ടിയാർകുളവും അതിന് ഒരുപാട് ഫണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അത് ഇതുവരെ നടന്നിട്ട് കാണുന്നില്ല. ജനശ്രദ്ധയില്ലാത്തൊരു കാര്യമാണ്. മറ്റൊന്ന്, ഈ കണ്ണൂർ ജില്ലയുടെ മന്ത്രിയാണ് ശ്രീ രാമേന്ദ്ര കടന്നപ്പള്ളി. അദ്ദേഹം ഗവൺമെൻറ് ധാരാളം പ്രൊജക്റ്റുകൾ ഈ കണ്ണൂർ ജില്ലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. MLA കൂടെ അല്ലേ? MLA കൂടി മന്ത്രിയും കൂടിയാണ്. ആ പ്രൊജക്റ്റുകൾ പലതും തടസ്സം നിന്നായിട്ട് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ നിന്നായിട്ട് കാണുന്നുണ്ട്. ഏതൊക്കെ പദ്ധതി വന്നു, ഏതൊക്കെ പദ്ധതി പൂർത്തീകരിക്കാതെ ഇരിക്കുന്നുണ്ട്, അതിന് ഏത് തരത്തിലുള്ള തടസ്സമാണ് ഹരിതകർമ്മസേന എല്ലാവരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നടത്തുന്നത്. ഇവിടെ പ്രൈവറ്റ് ഏജൻസിയാണ് നടത്തുന്നത്. എങ്ങനെ? ഹരിതകർമ്മസേന തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലാണ്? അല്ല, ഇവിടെ പ്രൈവറ്റ് ഏജൻസിയാണ് നടത്തുന്നത്. അല്ലാതെ വലിയ അഭിമാനകരമായ കാര്യമായിട്ടാണ് മലയാളികൾ മനസ്സിലാക്കിയത്. പ്രൈവറ്റ് ഏജൻസി നടത്തുന്നത് എന്ന് പറഞ്ഞാൽ വേറെ പുറത്തുള്ളവരോ? പ്രൈവറ്റ് ഏജൻസിയാണ് ഇത് നടത്തുന്നത്. ഇതിന് പുറത്തുള്ളവരാണ് നടത്തുന്നത്. അത് മോഹനാട്ടിന്റെ ഏജൻസിയാണ് ഇവിടെ നടത്തുന്നത്. മോഹനാട്ടൻ അതിന്റെ ആള്, അതിന് മുതലാളി മോഹനാട്ടനാണ്. എല്ലാവരും പറയട്ടെ, നിങ്ങൾ അന്വേഷിക്കുക. അത് വേറെ അദ്ദേഹം പറഞ്ഞ പോലെ വ്യക്തിപരമായി അതിലേക്ക് പോകരുത്. വ്യക്തിപരമായ ഹരിതകർമ്മസേന കൊണ്ടുവന്നത് കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതിയാണ് ഹരിതകർമ്മസേന. ഇപ്പോൾ സർക്കാർ തന്നെ പറയുന്നുണ്ട് ഈ കണ്ണൂർ കോർപ്പറേഷനിൽ മാത്രമൊന്നോ, തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ആരാ? ഇതേ ഹരിതകർമ്മസേനയാണ്. ഇതേ ഹരിതകർമ്മസേനയാണ്. ഈ പ്രൈവറ്റ് ഏജൻസിയാണോ അവരെ? പ്രൈവറ്റ് ഏജൻസി ഒരു രൂപ പോലും കോർപ്പറേഷൻ ചെലവില്ലാതെ ഈ മാലിന്യ സംസ്കരണം നടത്തുന്നത് ഹരിതകർമ്മസേന. നമ്മുടെ ഒരു അഭിമാനമാണ്. ഇപ്പൊ കുടുംബശ്രീ പോലെ ഹരിതകർമ്മ സേന എന്നൊക്കെ പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും ആവേശകരമായ ഒരു അനുഭവമാണ്. ആ മുന്നേറ്റം യഥാർത്ഥത്തിൽ ഞങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചത് തദ്ദേശ ഭരണത്തിൽ അവരും ആ അഭിമാനത്തോടെയാണ് കാണുന്നത്. ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ മിനിസ്റ്റർ ഏകദേശം 1500 കോടി രൂപയാണ് ഈ കോർപ്പറേഷന്റെ ഈ പരിധിയിലടക്കം ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത്. ഒരു ഹൈമാസ് ലൈറ്റ് പോലും 1500 കോടി രൂപ. മാഷ് പറയല്ലോ, അധികാരിമായി പറയല്ലോ, ഒരു ഹൈമാസ് ലൈറ്റ് വരെ വെക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കാത്ത ഒരു കോർപ്പറേഷനാണ്. അത്ര പോലും അതിന് പോലും ഒരു പാര വെക്കുന്നത്. മേലേച്ചൂർ ഫ്ലൈ ഓവറിന് 15 കേസുകളാണ് ഹൈക്കോടതിയിൽ നടക്കുന്നത്. ഇതിന്റെ പിന്നിലൊക്കെ UDF ആണ്. ശരി, ഇവിടെ ഒരാൾ പറഞ്ഞു ഭരണത്തിൻ്റെ ഷെയറിങ്. ഞാൻ 88 മുതൽ 88 അതിന് മുമ്പേ ഉണ്ട്. പക്ഷേ ഞാൻ കാണുന്ന ഭരണസമിതി കണ്ണൂർ കോർപ്പറേഷനിൽ ഷെയർ ചെയ്ത് പോവാറുണ്ട്. യാതൊരു ഇതുമില്ല. ഒരു മുന്നണിയെ പോലെ ഒരു പാർട്ടിയെ പോലെ പോകുന്ന സംവിധാനമാണ്. അതുപോലെ തന്നെ ചാല സ്റ്റേഡിയത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് ടെൻഡർ ചെയ്താണ്, പ്രവൃത്തി കരാറുകാരൻ വൈകിയതുകൊണ്ടാണ്. അതുപോലെ തന്നെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം ഇവിടെ ആരോ പറഞ്ഞു. പഴയ ബസ് സ്റ്റാൻഡിൽ വെള്ളത്തിൻ്റെ കാര്യവും അല്ല, പഴയ ബസ് സ്റ്റാൻഡ് അത് പറഞ്ഞു. അതിൻ്റെ പ്രോജക്റ്റ് ഒക്കെ മുമ്പ് ഉണ്ടാക്കിയതാണ്. അത് വലിയ സാമ്പത്തിക ബാധ്യതയുള്ളത് ആയതുകൊണ്ട് അത് BOT വേണോ PPP വേണോ എന്നൊക്കെ ആലോചിക്കേണ്ട വിഷയം ഭരണസമിതി എടുക്കേണ്ട തീരുമാനമാണ്. ഇവിടെ വേറൊരു സുഹൃത്ത് പറഞ്ഞു, അവിടെ ചിത്രം ഇതുമായി ബന്ധപ്പെട്ട് അവിടെ റോഡിൻ്റെ വിഷയവും അതിൻ്റെ ഇതിന് നിങ്ങളത് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ മന്ത്രിയുടെ അടുത്ത ആളല്ലേ, നിങ്ങളത് അന്വേഷിക്കണം. PWD റോഡാണ്, PWD ചെയ്യേണ്ടത്. അവിടെ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഞങ്ങളത് ശുദ്ധീകരിക്കാറുണ്ട്, വെള്ളം ഒഴുകി പോകുന്ന കാര്യം ചെയ്യാറുണ്ട്. ആ റോഡ് മുഴുവൻ, ആ റോഡും അതുപോലെ തന്നെ ബ്രിഡ്ജും ഒക്കെ അത് PWD റോഡാണ്, ഞങ്ങൾക്ക് തൊടാൻ കഴിയില്ല. ഇവിടെ നഗര സൗന്ദര്യവൽക്കരണ കാര്യം പറഞ്ഞു. ആ കാര്യങ്ങൾ
ഗവൺമെൻറ് തയ്യാറാക്കി അത് കൊണ്ടുവന്നപ്പോൾ നടക്കാത്ത സംഗതി ഞങ്ങൾ അതേ രൂപത്തിൽ പ്രോജക്റ്റ് കൊടുത്തു. ഞങ്ങൾ നടപ്പാക്കുമ്പോൾ കുടുങ്ങിയിട്ട് അത് ഇടതുപക്ഷം അവസാനമായി അത് വീതി ശ്രീ മോഹൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞത്, സ്ഥലം MLA കൂടിയായ മന്ത്രി ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നഗരസഭ 1500 കോടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബോധം കെടുക. എൻ്റെ സുഹൃത്തെ, കണ്ണൂർ നഗരം എന്ന് പറയുന്നത് ജില്ലയുടെ ആസ്ഥാനമാണ്. ആ ആസ്ഥാനത്തിന്റെ എന്ത് പരിഗണനയാണ് ഈ ഗവൺമെന്റ് കൊടുത്തത് നിങ്ങളൊന്ന് പരിശോധിക്കണം. ഈ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ഇതിന്റെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കാര്യമാണ് ഹരിതകർമ്മസേന. ഞാൻ പറയുന്നു, കണ്ണൂർ കോർപ്പറേഷൻ നടപ്പാക്കിയത് അഭിമാനകരമായ പദ്ധതിയാണ്. ഭവന നഗരകാര്യ വകുപ്പെടുത്ത സ്വച്ഛതാ കോൺക്ലേവിൽ, ആ കോൺക്ലേവിൽ പോയി ഏറ്റവും നന്നായി ഇന്ത്യയിൽ മാലിന്യ നിർമ്മാർജ്ജനം ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് നെല്ലിക്ക ആപ്പിലൂടെ പോകുന്ന ആളുകൾ സ്മാർട്ട് ഫോണുമായി പോയിട്ട് ശേഖരിച്ചു കോടിക്കണക്കിന് രൂപയുടെ കെടുകാര്യസ്ഥിതി അഴിമതി നടത്തിയ ഒരു കോർപ്പറേഷനാണ്. ഞാനിവിടെ നിന്നൊരു ചോദിക്കുക, 118 ലക്ഷം രൂപക്ക് തയ്യാറാക്കിയ സൈക്കിൾ പാത്തിൽ ഒരു സൈക്കിൾ ഓടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉണ്ടാവാത്ത എന്താ? ഇതിന് നടുക്ക് മരമുണ്ട്, ഇതിനടുത്ത് കൾവേർട്ടുണ്ട്. ആരായാലും നിങ്ങൾ രണ്ടുപേരും വന്ന് തന്നെയാണ്. 73 ലക്ഷം രൂപക്ക് വാങ്ങിയ പൊടിയടിക്കുന്ന മെഷീനിൽ സൈഡിലൂടെ ആള് പോയിട്ട് തട്ടിക്കൊടുക്കണം. അങ്ങനെയല്ലല്ലോ അതിന്റെ സംവിധാനം. ഇപ്പൊ 2 ആളുകൾ ഇടത്തും വലത്തും നിന്നിട്ട് പൊടി അങ്ങോട്ട് തട്ടിക്കൊടുക്കാം. പിന്നെ ഈ മെഷീൻ 73 ലക്ഷം രൂപയെ ചോദ്യം ചെയ്യുമെന്ന് കണ്ടപ്പോഴേ ഇവർ ചെയ്തിരിക്കുന്ന കാര്യം എന്താ അറിയോ? ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ ഓടുന്നുണ്ട്. വെറുതെ ഓടിക്കുക അല്ലെ, ജനം ചോദിക്കല്ലേ. 73 ലക്ഷം ലാപ്സാക്കിയ, 73 ലക്ഷം അഴിമതി നടത്തിയ ഒരു ഭരണസമിതി. ഒന്നും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കണ്ണൂർ സെൻട്രലിൽ ഒരു മാർക്കറ്റ് ഉണ്ട്, കണ്ണൂർ സെൻട്രൽ മാർക്കറ്റ്. 70% മുറികൾ ഒഴിഞ്ഞു കിടക്കുക. വർഷം 10ആയി ഉദ്ഘാടനം ചെയ്തിട്ട്. എന്തുകൊണ്ടാണ് മുറി പോകാത്തത്? അപ്പോഴിവർ പറയും ആളുകൾ എടുക്കാൻ തയ്യാറാകുന്നില്ല. എടുക്കാൻ തയ്യാറാകുന്ന എന്ത് ചെയ്യണം? റീടെൻഡർ വെക്കണം, അതിന്റെ വില കുറക്കണം, വാടക കുറക്കണം. ഇതൊന്നും ചെയ്യാതെ 70% കടമുറികളും കണ്ണൂരിൽ ഒരു കടമുറിക്ക് രൂപ മാർഷം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് 70% കടമുറികൾ ലാപ്സാക്കി അതിനു വേണ്ടിയുള്ള അതിനുള്ള വരുമാനമില്ലാതാക്കിയത് ഈ ഭരണകൂടമാണ്. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കും. കോർപ്പറേഷൻ ഇടതുപക്ഷത്തേക്ക് വരും എന്ന നിലയിൽ വോട്ടർമാരോട് ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാനാവുന്നുണ്ടോ? ജില്ലയിൽ അടക്കമുള്ള രാഷ്ട്രീയമായ ആത്മവിശ്വാസത്തെക്കുറിച്ച്. കേരളത്തിലെ കോർപ്പറേഷനുകളിൽ ഇതുപോലെ പ്രതിപക്ഷ ബഹുമാനമില്ലാത്തൊരു കോർപ്പറേഷൻ വേറെയില്ല. ഇവിടുത്തെ സ്ഥലം MLA, സ്ഥലം മന്ത്രി, അദ്ദേഹത്തെ എപ്പോഴും അവഗണിക്കുകയാണ്. എന്തെങ്കിലും കാര്യമായിട്ടുള്ള പരിപാടികൾ വരുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ വിളിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരെ വിളിക്കും. രാമേന്ദ്രൻ കടന്നപ്പള്ളി വിളിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾക്ക് 19 കൗൺസിലർമാരുണ്ട് ഇവിടെ. മോഹന് പറയട്ടെ, ഏതെങ്കിലും ഒരു പദ്ധതി നിങ്ങളുടെ ആളുകൾക്ക് കൊടുക്കുന്ന പോലെയുള്ള വിഹിതം കൊടുക്കാൻ ഇവർക്ക് സന്നദ്ധമായിട്ടുണ്ടോ? ഇടതുപക്ഷം പറയുന്ന ഒരൊറ്റ കാര്യം കേൾക്കില്ല. ഞങ്ങൾ 20-25 സമരം നടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് മുമ്പിൽ. ഒരു തവണ ഒന്ന് വിളിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഇതുപോലെ പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരു ഭരണസമിതി ഈ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലില്ല. ഇവിടെ ഈ കോർപ്പറേഷൻ ഭരിക്കുന്ന UDF ആണെന്ന ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് പദ്ധതികൾക്ക് ജനങ്ങൾ കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 1000-ൽ 5 പേർക്ക് പണി കേരള ഗവൺമെൻറ് പദ്ധതിയാണ്, ഇവിടെ നടപ്പാക്കുന്നില്ല. വാതിൽപ്പടി സേവനം 70 വയസ്സ് കഴിഞ്ഞവർക്ക് ഗവൺമെൻറ് സേവനം വീട്ടിൽ നടപ്പാക്കുന്നുണ്ടോ? ഇവിടെ നടപ്പാക്കുന്നില്ല. കടൽ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് പുനർഗേഹം പദ്ധതി നടപ്പിലാക്കുന്നുണ്ടോ? ഇവിടെ നടപ്പിലാക്കുന്നില്ല. വീടില്ലാത്തവർക്ക്, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും വീടും നടപ്പിലാക്കുന്നുണ്ടോ? ഇവിടെ ഞങ്ങൾ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, എടുക്കാൻ തയ്യാറല്ല. പ്രിയമുള്ളവർ, ഇവിടെ LDF ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഒരുപാട് പരിപാടികൾ UDF ആണ് ഭരിക്കുന്നതെന്നുള്ളതുകൊണ്ട് LDF മാത്രമല്ല കോൺഗ്രസ്സുകാർക്ക്, ലീഗുകാർക്ക്, BJP-കാർക്ക് കിട്ടുന്നില്ല. അതല്ലേ കാണാൻ വേണ്ടി കഴിയുക. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായ പരിപാടി മുന്നോട്ട് വെക്കാൻ, ഞങ്ങളുടെ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കാൻ പോവാൻ, ഈ നഗരം എന്താണ് എന്ന്, എന്താവുമെന്ന് ഞങ്ങൾ ചിത്രം ചെയ്ത് കാണിക്കും. ഇവിടെ ബസ് സ്റ്റാൻഡിൽ മാറ്റം, മറ്റ് സ്ഥലങ്ങൾ വരുന്ന മാറ്റം, ഇവിടെ കണ്ണൂർ നഗരത്തെ ഒരു പുതിയ നഗരമാക്കി മാറ്റാനുള്ള മാൻഡേറ്റ് ആണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം വേണ്ടി കണ്ണൂർ കോർപ്പറേഷനകത്ത് ഇത്തവണ ഭരണം ആര് നയിക്കണമെന്ന് തീരുമാനിക്കുന്നത് NDA ആയിരിക്കും, BJP ആയിരിക്കും. അതാണ് എന്നെ കുറിച്ച് പറയാനുള്ളത്. കണ്ണൂരും മാറും, കേരളം മാറും, വികസിത കേരളമാണ് നമ്മുടെ സ്വപ്നം. കണ്ണൂരും മാറും, അതുപോലെ തന്നെ വലിയ വെല്ലുവിളിയാണ് 40 സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്ന പാർട്ടിയാണ് BJP. അവരെ പറ്റി എന്താ സംശയം?
40 MP-മാരെ കിട്ടുന്നു. നിങ്ങൾ കേട്ടല്ലേ? കനൽത്തരി ഒന്നൊന്നായി കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് അധികം ആവേശമുള്ള ഭാഷ. ബിജെപി കനൽത്തരി കെട്ടിട്ട് ശരി ശരി ശരി. ഈ ലോകത്തെ ഏതായാലും ഏറ്റവും വലിയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ സാധനം ഒരുപാടുള്ള കണ്ണൂരിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ബിജെപി ഇന്ത്യയിലേ ഉള്ളൂ. ശരി. ലോകത്തെ എല്ലാ രാജ്യത്തുള്ള പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ശരി. ആ മനസ്സിലാക്കി. റൈറ്റ്. അപ്പോ ൂക്കെന്തിന് ആർക്കും കൂക്ക സുഹൃത്തെ വർത്താനം പറയും. ലോകത്തെല്ലായിടത്തും സപ്തഭൂഖണ്ഡങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത സുഹൃത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത രാജ്യത്തിന്റെ പേര് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്ന പടിയെടുക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാത്ത രാജ്യത്തിന്റെ പേര് ലോകത്തെ എല്ലാ രാജ്യത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ചൈന ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ക്യൂബ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. വിയറ്റ്നാം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ബിജെപി ഇന്ത്യക്ക് വലിയ അപകടമുണ്ടാക്കുന്ന പാർട്ടിയാണ്. ഈ തവണ 40-ലധികം സീറ്റുകൾ UDF അധികാരത്തിൽ തുടരുമെന്ന് ഞാൻ ആദ്യമേ പ്രഖ്യാപിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും നല്ല ഭരണം നടത്തിയ നമ്മുടെ വികസന രംഗത്ത് ഒരുപാട് കാര്യം, ഒരു അമൃത് പദ്ധതി ഏറ്റവും നന്നായിട്ട് നടപ്പാക്കിയ കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ. ഇത് ജനങ്ങൾ എടുക്കുമോ? രഘുനാഥ്, ഇത് ജനങ്ങൾ എടുക്കുമോ? ഈ വാദം ജനങ്ങൾ എടുക്കുമോ? ഇങ്ങനെയൊക്കെ ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിച്ചവര് കണ്ണൂർ കോർപ്പറേഷനിൽ ആദ്യത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ ഭരിക്കുമെന്ന് പറയുന്ന കോൺഗ്രസ്സുകാരുടെ ഔദ്യത്വത്തിന്, അഹങ്കാരത്തിന് ഒരു തിരിച്ചടി കൊടുത്തിട്ടുണ്ട് പണ്ട്. നിങ്ങളുടെ കൂടി ഡിസംബർ 13-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോർപ്പറേഷൻ ഭരണം നടത്തുന്ന ഇവിടുത്തെ പ്രകടനത്തില് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുക. കണ്ണൂരിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയാവേശം കണ്ണൂർ കോർപ്പറേഷനിലേക്ക് കൂടുതലായി വരുന്നു. വിഷയങ്ങൾ സജീവവും ശക്തവുമാണ്. കണ്ണൂരിന്റെ പോര്, കണ്ണൂർ കോർപ്പറേഷനിലെ പോര് കനക്കും എന്നതിന്റെ ഗൗരവമായ ഒരു ചിത്രമാണ് പടക്കളത്തിൽ പ്രേക്ഷകർ നമ്മളെല്ലാവരും കണ്ടത്. നമസ്കാരം.